നമസ്കാരം. മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഗർഭകാലം എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ കാലഘട്ടമാണ്. എന്നാൽ താൻ ഗർഭം ധരിച്ചിരിക്കുന്നത് ഇരട്ടകളെയാണെന്ന് അറിഞ്ഞാൽ ടെൻഷൻ കൂടും. ഗർഭിണികൾക്ക് മാത്രമല്ല ചുറ്റുമുള്ളവർക്കും ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സാരഥിയിൽ നമ്മൾ സംസാരിക്കുന്നത് ട്വിൻ പ്രഗ്നൻസിയെ കുറിച്ചാണ്. ഇതിന്റെ കോംപ്ലിക്കേഷൻസ്, ആർക്കൊക്കെയാണ് ട്വിൻ പ്രഗ്നൻസി വരാൻ ചാൻസസ് ഉള്ളതൊക്കെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ കൂടെ അതിഥിയെത്തിയിരിക്കുന്നത് ഡോക്ടർ രാധയാണ്. ഡോക്ടർ രാധ ഗൈനക്കോളജിസ്റ്റ് ആണ്. HNC കോസ്മോപൊളിറ്റൻ മെഡിക്കൽ സെന്റർ ദുബായിലാണ് ഡോക്ടർ രാധ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ വെൽക്കം ഡോക്ടർ. താങ്ക് യു. നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്വിൻ പ്രഗ്നൻസിയാണ്. ശരിക്കും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതിന്റെ ഇൻസിഡൻസ് റേറ്റ് എത്രത്തോളം ഉണ്ട്? ട്വിൻ പ്രഗ്നൻസിയുടെ റേറ്റ് ഇപ്പോൾ കൂടി വരികയാണ്. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി എപ്പോഴും പണ്ടത്തെ പോലെ ഏർലി ഏജിലല്ല, മദറിന്റെ ഏജ് ഇപ്പോൾ കൂടുതലായിട്ടാണ്. ഇപ്പോൾ ഒരു പഠിപ്പെല്ലാം കഴിഞ്ഞ ഒരു കുട്ടി കല്യാണം എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് പ്രഗ്നൻസി വരുന്നത് ആവറേജ് ഒരു 28 to 30 ഇയേഴ്സിലാണ്. സമ്മർ അത് കഴിഞ്ഞിട്ടും കുറേ പേര് അങ്ങനെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊരു റീസൺ ആണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നത് ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് ആണ്. അതായത് ഇപ്പോൾ വന്ധ്യത, ഇൻഫെർട്ടിലിറ്റി കൂടി വരുന്നത് കൊണ്ട് പോളിസിസ്റ്റിക് ഓവറി, അതുപോലെ ട്യൂബൽ ഫാക്ടേഴ്സ് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് അപ്പോൾ IVF അതുപോലെ എക്സി പോലെയുള്ള ട്രീറ്റ്മെന്റ്സ്, ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ് എന്ന് പറയും, അത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള ഇതിൽ ട്വിൻ പ്രഗ്നൻസി ഇപ്പൊ കൂടുതലാണ്. പിന്നെ ഒരു ഫാക്ടർ, അത് റേഷ്യൽ വേരിയേഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ജപ്പാനിലാണ് ഏറ്റവും കുറവ് ട്വിൻ പ്രഗ്നൻസി കാണുന്നത്, നൈജീരിയയിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, പാരമ്പര്യമായിട്ട് ഇപ്പൊ അമ്മയുടെ സൈഡിൽ ട്വിൻ പ്രഗ്നൻസിക്ക് പാരമ്പര്യമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ ട്വിൻ പ്രഗ്നൻസി മകൾക്കും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഫാദറിന്റെ സൈഡിൽ നിന്നും കിട്ടാം, പക്ഷെ മദറാണല്ലോ ഓവുലേറ്റ് ചെയ്യുന്നത്, അപ്പൊ കൂടുതൽ ചാൻസ് മദറിന്റെ സൈഡിൽ ഉണ്ടാവും. അപ്പൊ ശരിക്കും ആർക്കൊക്കെയാണ് ഇങ്ങനെ ഒരു ട്വിൻ പ്രഗ്നൻസി വരാൻ സാധ്യതയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അങ്ങനെ ഒരു ട്വിൻ പ്രഗ്നൻസി കിട്ടുന്നത്? സാധാരണ എല്ലാവർക്കും ഒരു കുട്ടി അങ്ങനെയാണല്ലോ വരുന്നത്. അപ്പൊ എങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെ ട്വിൻ പ്രഗ്നൻസിക്ക് ചാൻസസ് വരുന്നത്? ട്വിൻ പ്രഗ്നൻസിക്ക് ചാൻസ് വരുന്നത് കൂടുതലായിട്ടും പാരമ്പര്യമുള്ളവർക്കും അവര് ശ്രദ്ധിക്കണം. പിന്നെ ഇതുപോലെ ഏജ് പറഞ്ഞല്ലോ. പിന്നെ ഇങ്ങനത്തെ റീപ്രൊഡക്റ്റീവ് ടെക്നോളജി, ഇപ്പോൾ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് പലർക്കും ഇപ്പോൾ അത് പറയാ ക്ലോമിഡ് എന്നൊക്കെ പറഞ്ഞ മെഡിസിൻ, അതായത് സാധാരണ നമുക്ക് ഒരു മാസം ഒരു എഗ്ഗാണ് വരുന്നത്. പക്ഷെ ക്ലോമിഡ് എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ എഗ്സ് വരും. ഈ ക്ലോമിഡ് പല ലേഡീസും ഡോക്ടർ ഒരിക്കൽ നിർദ്ദേശിച്ചിട്ടുണ്ടാവും, പക്ഷെ അത് വെച്ചിട്ട് തന്നെ അവർ സ്വന്തമായിട്ടും കഴിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ കൂടുതൽ എഗ്ഗ് വരും. അപ്പോൾ അങ്ങനെ ട്വിൻ പ്രഗ്നൻസി വരാനുള്ള സാധ്യതകളുണ്ട്. ശരിക്കും നമ്മൾ ട്വിൻസ് എന്ന് പറയുന്നുണ്ട്. എത്ര ടൈപ്പ് ട്വിൻസ് ഉണ്ട്? ട്വിൻസ് ഇപ്പോൾ ഒരു സാധാരണ ആൾക്ക് മനസ്സിലാവാനാണെങ്കിൽ ഐഡന്റിക്കൽ ട്വിൻസ് ആൻഡ് ഫ്രറ്റേണൽ ട്വിൻസ് എന്ന് പറയാം. പക്ഷേ നമ്മളത് മെഡിക്കൽ ടേംസിൽ പറയുകയാണെങ്കിൽ കോറിയോണിസിറ്റി എന്ന് പറയും. അതായത് രണ്ട് ബേബിയും ഒരേ പ്ലാസൻ്റെയാണ് ഷെയർ ചെയ്യണമെങ്കിൽ മോണോകോറിയോണിക് പ്രഗ്നൻസി എന്ന് പറയും. അല്ല, രണ്ട് ബേബി രണ്ട് സെപ്പറേറ്റ് സാക്കിൽ രണ്ട് എഗ്ഗ്, ഈച്ച് എഗ് ഈസ് ഫെർട്ടിലൈസ്ഡ് ബൈ എ സെപ്പറേറ്റ് സ്പേം, അങ്ങനെ വരുന്നതാണ് ഡൈകോറിയോണിക് ഡൈഅമ്നിയോട്ടിക് ട്വിൻസ്. അതായത് രണ്ട് ബേബീസും സെപ്പറേറ്റ് സാക്കിൽ രണ്ട് ബേബീസ് വരുന്നത് രണ്ട് എഗ്ഗിന്ന്, ഈച്ച് എഗ് ഫെർട്ടിലൈസ്ഡ് ബൈ എ സെപ്പറേറ്റ് സ്പേം. അപ്പം ശരിക്കും ഒന്നുകൂടെ സാധാരണ പ്രേക്ഷകർക്ക് മനസ്സിലാകാനായിട്ട് അതാണ് ഫ്രറ്റേണൽ ട്വിൻസ്, ഡൈകോറിയോണിക് ഡൈഅമ്നിയോട്ടിക് ട്വിൻസ്. ഇപ്പോൾ മോണോകോറിയോണിക് എന്ന് പറയുന്നതാണ് ഐഡന്റിക്കൽ ട്വിൻസ്. മോണോകോറിയോണിക് എന്ന് പറഞ്ഞാൽ ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്, ആ ഫെർട്ടിലൈസ്ഡ് എഗ് 2 ആവുന്നു, 4 ആവുന്നു, 8 ആവുന്നു, അങ്ങനെ ബോളായി ഉരുണ്ട് പിന്നെയാണ് അത് യൂട്രസിലെത്തുന്നത്. അപ്പോൾ ആ യൂട്രസിലെത്തുന്നതിൻ്റെ മുന്നേ അത് ഡിവൈഡ് ചെയ്യും. ഫെർട്ടിലൈസ്ഡ് എഗ് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്നതാണ് മോണോകോറിയോണിക് പ്രഗ്നൻസി. ഈ മോണോകോറിയോണിക് പ്രഗ്നൻസിയിൽ ഒരു കോറിയോൺ, അതായത് കോറിയോൺ എന്ന് പറയുന്നതിൽ നിന്നാണ് ഈ പ്ലാസൻ്റ അല്ലെങ്കിൽ മറുപിള്ള വരുന്നത്. ഇപ്പോൾ ഫുഡെല്ലാം ബേബിക്ക് കിട്ടുന്ന ആ പ്ലാസൻ്റ ഡെവലപ്പ് ചെയ്യുന്നത് കോറിയോൺ എന്നാണ്. അപ്പോൾ ഒരു കോറിയോൺ ഷെയർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ മോണോകോറിയോണിക് എന്ന് പറയുന്നത്. പക്ഷേ ഈ മോണോകോറിയോണിക് പ്രഗ്നൻസി തന്നെ ഒരു സാക്കിൽ 2 ബേബിയും വരാം, അല്ലെങ്കിൽ 2 സാക്കായിരിക്കും. മോസ്റ്റ് പ്രോബബിലി 2/3 കേസസ് ഓഫ് മോണോകോറിയോണിക് പ്രഗ്നൻസിയും 2 സെപ്പറേറ്റ് സാക്കിൽ, അതായത് അമ്നിയോൺ ആ സാക്കിലായിരിക്കും വരുന്നത്. ഒരു ചെറിയ ഡിവൈഡിങ് മെംബ്രെയിൻ കാണും. പക്ഷേ 1/3 കേസിൽ മോണോകോറിയോണിക് മോണോ അമ്നിയോട്ടിക്, അതായത് 2 ബേബീസും ഒരു സാക്കിൽ തന്നെയായിരിക്കും. ഓക്കെ. അപ്പം ശരിക്കും ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഇരിക്കും, കണ്ടാലും ഒരുപോലെ ഇരിക്കും, ഒരു വ്യത്യാസം മീൻസ് വ്യത്യാസം വളരെ മൈന്യൂട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും. ഐഡന്റിക്കൽ ട്വിൻസിന്റെ നാച്ചുറലി പറയുകയാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവില്ല. അവരുടെ ഓൾമോസ്റ്റ് എല്ലാ ക്യാരക്ടേഴ്സും, ജീൻസും, DNA എല്ലാം ഓക്കെ ആയിരിക്കും, ബ്ലഡ് ടൈപ്പ് ഒന്നായിരിക്കും. അതുകൊണ്ടാണ് അവരെ ഐഡന്റിക്കൽ എന്ന് പറയുന്നത്. പിന്നെ അവരുടെ സെക്സും ഒന്ന് തന്നെയായിരിക്കും. പക്ഷേ ചില ഫ്രറ്റേണൽ ട്വിൻസും ഐഡന്റിക്കൽ പോലെ തോന്നും.
രണ്ട് കുട്ടികളും ചിലപ്പോൾ പെൺകുട്ടികളായിരിക്കും. ദാറ്റ് ഡസന്റ് മീൻ അവർ ഐഡന്റിക്കൽ ട്വിൻസ് അല്ല. അവര് സെപ്പറേറ്റ് എഗ്ന്ന് വന്ന കുട്ടികളാണെങ്കിൽ അവർ ദേ ആർ ഫ്രറ്റേണൽ ട്വിൻസ്. ഫ്രറ്റേണൽ ട്വിൻസിന് ഒന്നുകിൽ രണ്ടും ബോയ്സ് ആവാം, അല്ലെങ്കിൽ രണ്ടും ഗേൾസ് ആവാം, അല്ലെങ്കിൽ ഒന്ന് ബോയ് ഒന്ന് ഗേൾ ആവാം. ഓക്കെ. അപ്പോൾ ഇനി ഡോക്ടർ നമുക്ക് സ്മൂത്ത് ആയി പോകുന്നത് ഈ ഒരു പ്രഗ്നൻസി അത് ഐഡന്റിക്കൽ ട്വിൻസിലായിരിക്കുമോ ഫ്രറ്റേണൽ ട്വിൻസ്? ഫ്രറ്റേണൽ ട്വിൻസിലാണ്. ബിക്കോസ് ഐഡന്റിക്കൽ ട്വിൻസ് ഞാൻ പറഞ്ഞില്ലേ ഷെയർ ചെയ്യുന്നത് ഒരു പ്ലാസന്റേന്നാണ്. അപ്പോൾ പ്രോബ്ലംസ് വരാനുള്ള ഈ പ്ലാസന്റെ തമ്മിലുള്ള ബ്ലഡ് സപ്ലൈ കുറയാനും കൂടാനും അല്ലെങ്കിൽ ബ്ലഡ് വെസൽസ് തമ്മിൽ കണക്ട് ചെയ്യാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. മറ്റേത് രണ്ടുപേരും എൻറ്റയർലി രണ്ട് വീട്ടിലാണ്. എപ്പോഴും ഒരേ വീട്ടില് രണ്ടുപേര് താമസിച്ചാൽ എങ്ങനെയായിരിക്കും? അവർക്ക് തമ്മിൽ കുറച്ച് പ്രോബ്ലംസ് കാണുമല്ലോ. ഇവര് യൂട്രസിന്റെ ഉള്ളിൽ തന്നെ ആ ഒരു പ്ലോട്ടിൽ രണ്ടുപേരും സെപ്പറേറ്റ് വീട്ടിലാണ്. അവർ തമ്മിൽ യാതൊരു റിലേഷൻഷിപ്പും ഇല്ല. ഫ്രറ്റേണൽ ട്വിൻസിന് ഡൈകോറിയോണിക് ഡൈഅമ്നിയോട്ടിക്. അവരുടെ കോറിയോൺ വേറെയാണ്, അമ്നിയോൺ വേറെയാണ്, അവരുടെ പ്ലാസന്റെ കോഡ് എല്ലാം വേറെയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ശരിക്കും എന്താണ് ട്വിൻ പ്രഗ്നൻസി എന്നുള്ളത് പറഞ്ഞു. അതിനകത്ത് എത്ര ടൈപ്പ് ട്വിൻസ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി ശരിക്കും നമ്മളൊരു സ്ത്രീ ഗർഭിണിയായി ട്വിൻസ് ആണെന്ന് അറിയുവാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊക്കെ എന്തൊക്കെ ടെസ്റ്റുകളാണ് വേണ്ടത്? സാധാരണ ഇപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് പോയിട്ടാണ് അപ്പോൾ ഡോക്ടർ പറയും സ്റ്റാൻഡ്സ് ഫോർ ട്വിൻ പ്രഗ്നൻസി. ഇപ്പോൾ ക്ലോമിഡ് കഴിക്കുക അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സിനൊക്കെ പോയാൽ നാച്ചുറലി പേഷ്യന്റ് അറിയാം എനിക്ക് ട്വിൻ പ്രഗ്നൻസി വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പല കേസിലും സ്പോണ്ടേനിയസ് ആയിട്ട് ട്വിൻ പ്രഗ്നൻസി വരും. അപ്പോൾ അവർക്കത് അറിയില്ല. അതായത് അവര് ട്വിൻസ് ആണ് ക്യാരി ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ല. അത് ഡോക്ടറാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. അത് ഏകദേശം ഏത് മാസമാകുമ്പോൾ നമുക്കറിയാം? അത് ആസ് ഏർലി ആസ് പോസിബിൾ 6 വീക്സിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 5 വീക്സിലും 2 ഡബിൾ സാക്ക് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ അത് ചിലപ്പോൾ നമുക്ക് മിസ്നോമർ ആയിരിക്കും. നമുക്ക് പറയാൻ പറ്റില്ല 100%. നമുക്ക് 2 സാക്ക്, 2 ബേബിയുടെ എംബ്രിയോ, 2 ഹാർട്ട് ബീറ്റ്, 2 യോഗ് സാക്ക് അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ ഇത് ട്വിൻ പ്രഗ്നൻസിയാണ്. അത് വളരെ കൃത്യമായിട്ട് പറയാൻ ഒരു 7 to 8 വീക്സിൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. 6 വീക്സിലേ വേണമെങ്കിൽ പറയാം, പക്ഷേ കൺഫേം ആക്കുന്നത് നമ്മൾ 2 months. അപ്പോൾ ശരിക്കും ഇതിന് എന്തൊക്കെ ടെസ്റ്റുകളാണ് നമുക്ക് അതിനകത്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്? എത്രത്തോളം ഫ്രീക്വൻസിയിൽ നമ്മൾ ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യണം? ഇപ്പോൾ ടെസ്റ്റിൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അൾട്രാസൗണ്ട് ആണ്. ഇപ്പോൾ ഈ 8 വീക്സിൽ അൾട്രാസൗണ്ടിൽ തന്നെ നമുക്ക് ഈ കോറിയോണിസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അത് ഫ്രറ്റേണൽ ട്വിൻസ് ആണോ, മോണോകോറിയോണിക് ട്വിൻസ് ആണോ? മോണോകോറിയോണിക് ട്വിൻസ് ഡൈകോറിയോണിക് ട്വിൻസ് പോലെയല്ല. അവർ ഒരേ പ്ലാസന്റെ ഷെയർ ചെയ്യുന്നുണ്ട്. അവർക്ക് കുറേ അധികം കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കോറിയോണിസിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വെറുതെ നമ്മൾ പേഷ്യൻറ്റിനോട് നിങ്ങൾക്ക് ട്വിൻ പ്രഗ്നൻസി ആണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമ്മൾ വി ഹാവ് ടു ലേബൽ ഇത് ഡൈകോറിയോണിക് ഡൈഅമ്നിയോട്ടിക് ആണോ, മോണോകോറിയോണിക് മോണോ അമ്നിയോട്ടിക് ആണോ, മോണോകോറിയോണിക് ഡൈഅമ്നിയോട്ടിക് ആണോ എന്ന് കൃത്യമായിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് ലേബൽ ചെയ്ത് പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കണം. അത് അപ്പോൾ അൾട്രാസൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആ കോറിയോണിസിറ്റിക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു 10 to 14 വീക്സിൽ സ്കാനിലാണ്. പിന്നെ സാധാരണ റുട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. പിന്നെ കൂടുതൽ ഡോക്ടറുടെ അടുത്ത് വിസിറ്റ്സ് ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 ബേബീസ് ഉള്ളതുകൊണ്ട് അവരുടെ ഹെൽത്ത്, മദറിൻ്റെ ഹെൽത്ത് കൂടുതൽ പ്രോബ്ലത്തിൽ, അതായത് ക്ഷീണം, പിന്നെ വേരിക്കോസ് വെയിൻ, കൂടുതൽ വോമിറ്റിംഗ്, പിന്നെ അതേപോലെ തന്നെ നീര് വരിക, ബ്ലഡ് പ്രഷർ വരിക, പിന്നെ ഈ 2 സാക്കിൽ അല്ലെങ്കിൽ ബേബീസിന് വെള്ളത്തിൻ്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുതൽ, ഹൈഡ്രാമ്യൂസ് എന്ന് പറയും, പിന്നെ ഷുഗർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതൊക്കെ അപ്പം അമ്മയ്ക്കുള്ള കോംപ്ലിക്കേഷൻസ് ആണ് ഈ ഒരു പീരീഡിൽ അല്ലേ? അപ്പോൾ അതുകൊണ്ട് കൂടുതൽ തവണ നമ്മൾ പേഷ്യന്റിനെ കാണണം. എവറി 2 വീക്സ് കാണുന്നതായിരിക്കും നല്ലത്. പിന്നെ 2 ബേബിയുടെയും വെയിറ്റ് ഓക്കെ ആണോ, വെയിറ്റിന്റെ ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ, അതായത് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതും ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഡോക്ടറെ ഫീറ്റസിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഈ പ്രഗ്നൻസി ടൈമിൽ വരാറുണ്ട്? ഇപ്പോൾ നമുക്ക് അമ്മയ്ക്ക് ഇത്രയൊക്കെ കോംപ്ലിക്കേഷൻസ് വരാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും അതിനുള്ള സാധ്യതകൾ? കുട്ടി ഇപ്പോൾ ഡൈകോറിയോണിക് ഡൈഅമ്നിയോട്ടിക് ട്വിൻസ് ആണെങ്കിൽ കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ് കാണുന്നത്. അതിൽ സാധാരണ കാണുന്ന കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ ചിലപ്പോൾ ഏർലി പ്രഗ്നൻസിയിൽ മിസ്കാരേജ് വരാം, അല്ലെങ്കിൽ ഒരു ട്വിന്നെ വാനിഷ് ചെയ്ത് പോവാം. വാനിഷിംഗ് ട്വിൻ സിൻഡ്രോം എന്ന് പറയും. അതായത് ഒരു ട്വിൻ തീരെ വളരാതെ അബ്സോർബ് ചെയ്ത് പോകും. അപ്പോൾ പേഷ്യന്റ് മൈൽഡ് ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് വരും. പിന്നെ ഏർലി പ്രഗ്നൻസി ഒരു 8 വീക്സ് 9 വീക്സിലാണ് കാണാറുള്ളത്. ചിലപ്പോൾ 7 വീക്സ് തൊട്ട് കാണും. 12 വീക്സിന്റെ മുമ്പ് എന്തായാലും കാണും. അപ്പൊ അത് അമ്മയ്ക്കും കുട്ടിക്കും പ്രശ്നമില്ല, മറ്റു കാര്യമായിട്ട് പ്രശ്നം വരില്ല. അത് ചെറിയ ബ്ലീഡിംഗ് ആയിട്ട് ആ ട്വിൻ വളരാതെ അങ്ങനെ പോകും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ട്വിൻ ഡെത്ത് ആയി കഴിഞ്ഞാലും ഒരു ഫീറ്റസ് പെപ്രീഷ്യസ്, ഒരു പേപ്പർ പോലെ അത് യൂട്രസിൽ ഒട്ടിപ്പിടിച്ച് മറ്റേ ട്വിന്നിന് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാതെ അവിടെ ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള കോംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ BP വരാം, ഷുഗർ വരാം,
പിന്നെ ഓവർ വെയിറ്റ് കാരണം പ്രഷർ സിംറ്റംസ്, പൈൽസിന്റെ അസുഖം അമ്മയ്ക്ക്, അതേപോലെ കിടക്കാനും ഇരിക്കാനുമുള്ള ബുദ്ധിമുട്ടുകൾ, വലിയ എബ്ഡോമൻ ആയിരിക്കും. ഇപ്പോൾ 20 വീക്സ് എന്ന് പറയുമ്പോൾ മദറിന് ഒരു 26 വീക്സിന്റെ എബ്ഡോമൻ കാണും. അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് വരാം. പിന്നെ ഷുഗർ, BP, പിന്നെ കൂടുതൽ ലൈക്കർ വരുന്നത് വരാം. പിന്നെ ബേബിക്ക് പിന്നെ വരാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കൂടുതലായിട്ടും പ്രോബ്ലം വരുന്നത് മോണോകോറിയോണിക് ട്വിൻസിനാണ് ബേബിയുടെ ഹെൽത്തിന്. അതിൽ ബേബിക്ക് വരാന്ന് വെച്ചാൽ 2 ബേബീസും ഒരു പ്ലാസന്റെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് പ്ലാസന്റെ തമ്മിലുള്ള എനസ്റ്റോസിസ് വന്നിട്ട് ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ സിൻഡ്രോം എന്ന് പറയും. അതായത് ഒരു ബേബിയിൽ നിന്ന് ബ്ലഡ് വെസലിൽ നിന്ന് ബ്ലഡ് മറ്റേ ബേബിയിലേക്ക് പോകും. അപ്പോൾ ഒരു ബേബി ഡോണർ ആയിട്ട് ആക്ട് ചെയ്യും, ഒരു ബേബി റെസിപ്പിയന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ഡോണർ എന്നുള്ള ബ്ലഡ് മുഴുവൻ റെസിപ്പിയന്റിലേക്ക് പോകും. അപ്പോൾ ഈ റെസിപ്പിയന്റിന്റെ ഫ്ലൂയിഡ് കൂടും, അതിലെ ബ്ലഡ് ബേബിയിലുള്ള ബ്ലഡ് കൂടും, കാർഡിയക് ഫെയിലിയർ വരാം, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഈ ബേബിക്ക് വരാം. മറ്റേ ബേബിയുടെ ബ്ലഡ് എല്ലാം ഈ ബേബിക്ക് പോയതുകൊണ്ട് മറ്റേ ബേബിക്ക് ഡെത്ത് വരാം. പിന്നെ നെക്സ്റ്റ് ഒരു കോംപ്ലിക്കേഷൻ വരുന്നത് ഒരു ട്വിന്ന് മരിച്ചു പോവാം, ഒരു ട്വിന്ന് ജീവിച്ചിരിക്കും. അതായത് അഡ്വാൻസ് സ്റ്റേജിലായിട്ടാണ്, അതോ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ വരാം, ചിലപ്പോൾ 16 വീക്സിൽ വരാം. ഇപ്പോൾ 12 വീക്സ് ഒക്കെ ആകുമ്പോൾ നമ്മളല്ലേ വാനിഷിങ് ട്വിൻ പോലെ പോകും. പിന്നെ അഡ്വാൻസ് സ്റ്റേജിൽ വരുമ്പോഴാണ് ഒരു ട്വിൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ട്വിന്നിന്റെ ബോഡിയിൽ നിന്നുള്ള ടോക്സിൻസ് എന്തെങ്കിലുമൊക്കെ മറ്റേ ട്വിന്നിന് കിട്ടും, മറ്റേ ട്വിന്നിന് പ്രോബ്ലംസ് വരാം. അപ്പോൾ അത് ഒരു ഡൈലമയിലുള്ള സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ ഒരു 32 വീക്സിലാണ് അങ്ങനെ സംഭവിച്ചാൽ 32 വീക്സ് ഈ ബേബി 32 വീക്സിന്റെ മെച്യൂരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ഡെലിവറി ആക്കണം. അപ്പോൾ നല്ല ഹയർ സെന്റേഴ്സിൽ വേണം ഡെലിവറി ആവാൻ. പിന്നെ കൂടുതൽ സമയം ഒരു ട്വിൻ ഡെത്ത് ആയി കഴിഞ്ഞിട്ട് മറ്റേ ബേബിക്ക് പ്രോബ്ലം വരുമോ വരില്ലെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരും. പിന്നെ ഇപ്പോൾ 2 ബേബീസും മോണോകോറിയോണിക് ബേബി 2 ബേബി ഒരു സാക്കിലാണെങ്കിൽ മോണോ അമ്നിയോട്ടിക്, അതായത് ഒരു സാക്കിലാണെങ്കിൽ അവരുടെ കോഡ് തമ്മിൽ ചുറ്റിയിട്ട് കോഡ് എൻറ്റാങ്കിൾമെന്റ് വരാം. അപ്പോൾ അങ്ങനെയുള്ള അപ്പൊ അത് 2 കുട്ടികളെയും ബാധിക്കുമോ അതോ? കോഡ് എൻറ്റാങ്കിൾമെന്റ് 2 കുട്ടികൾക്കും കോഡ് ചിലപ്പോൾ പറഞ്ഞു വരാം, അല്ലെങ്കിൽ അവർക്ക് ബ്ലഡ് സപ്ലൈ ഇതാവും, അല്ലെങ്കിൽ അവർക്ക് ഇന്റർയൂട്രൈൻ ഡെപ്ത് വരാം. പല മദറിനും പെട്ടെന്ന് പ്ലാസന്റെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബ്ലീഡിങ് വരാം, പല പ്രോബ്ലംസും വരാം. ഓക്കെ. അപ്പോൾ ഡോക്ടർ ഇനിയിപ്പോൾ നമ്മൾ പ്രഗ്നൻസി ടൈമിലുള്ള കോംപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞത്, അമ്മയ്ക്കും കുട്ടിക്കും ഉള്ളത്. ഇനി ഡെലിവറി ടൈമിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം ഈ അമ്മയ്ക്കും കുട്ടിക്കും? ഡെലിവറി നമ്മൾ സാധാരണ ഒരു സിംഗിൾ പ്രഗ്നൻസി പോലെ നമ്മൾ ലാസ്റ്റ് മൊമെന്റ് വരെ ഒരു സ്പോണ്ടേനിയസ് ഡെലിവറിക്ക് സാധാരണ നമ്മൾ ട്വിൻ പ്രഗ്നൻസി വെക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഡൈകോറിയോണിക് ഡൈഅമ്നിയോട്ടിക് പ്രഗ്നൻസി, അതായത് ഫ്രറ്റേണൽ ട്വിൻസ്, എല്ലാം സ്മൂത്ത് ആയിട്ട് പോവുകയാണ്, ബേബിയുടെ വെയിറ്റ് എല്ലാം ഓക്കെയാണ്, മദറിന് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഷീ ഹാഡ് പ്രീവിയസ് വജൈനൽ ഡെലിവറി. ഡോക്ടർ ഞാൻ ഒന്ന് ഇടപെടും, നമുക്കൊരു പ്രശ്നം കൂടെ എത്തിയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ. ഹലോ, പറയൂ. എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പൊ മേഡം പറഞ്ഞല്ലോ ട്വിൻ പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പം നോർമൽ പ്രഗ്നൻസിയില് ചില കുട്ടികൾക്ക് ക്ലസ്റ്റിലിറ്റ് അങ്ങനെയൊക്കെ വരാറില്ലല്ലോ, അല്ലെങ്കിൽ തലയുടെ പോലെയുള്ള ഫ്ലൂയിഡ് അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ല. അത് ട്വിൻ പ്രഗ്നൻസി ആകുമ്പോൾ 2 പേർക്ക് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവും. 2 പേർക്ക് ക്രോമസോമൽ പ്രോബ്ലംസ് ആണെങ്കിൽ, ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ അത് 2 പേർക്കും വരാം. അതായത് അവർ ഒരു എഗ് ഡിവൈഡ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ 2 പേർക്കും വരാം. അതായത് മോണോകോറിയോണിക് ട്വിൻസ് ആണെങ്കിൽ, ഐഡന്റിക്കൽ ട്വിൻസിൽ. പക്ഷേ ഇപ്പോൾ ഐഡന്റിക്കൽ ട്വിൻസിൽ തന്നെ അവർ ക്രോമസോമൽ പ്രോബ്ലംസ് മാത്രം, അതായത് ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ ക്രോമസോം റിലേറ്റഡ് എന്തെങ്കിലും, ക്രോമസോം എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ്, ജെനറ്റിക്സ്, നമ്മുടെ ജെനറ്റിക്സ് ഉള്ളതാണ്. ഹലോ, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ആണ് ഈ ഹൈഡ്രോകഫാലസും ക്ലഫ്റ്റ് പാലറ്റും ഒക്കെ. അതിപ്പോൾ മോണോകോറിയോണിക് ട്വിൻസ് ആണെങ്കിലും 2 പേർക്കും വരണമെന്നില്ല. പക്ഷേ ജെനറ്റിക് ആയിട്ടുള്ള എന്താ അസുഖങ്ങളാണെങ്കിലും അത് 2 കുട്ടികൾക്കും വരും. അത് 2 കുട്ടികളുടെയും നമ്മൾ ക്രോമസോമൽ മാർക്കേഴ്സ്, ഡൗൺ സിൻഡ്രോം മാർക്കേഴ്സ് ഉണ്ട്, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. അതേപോലെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ന്യൂക്ലിയർ ട്രാൻസ്ലൂസൻസി അല്ലെങ്കിൽ അതുപോലെ ഡൗൺ സിൻഡ്രോം മാർക്കേഴ്സ് ഉണ്ട്, കുറേ മാർക്കേഴ്സ് എന്ന് പറയും. അപ്പോൾ അതെല്ലാം കൂടി നോക്കിയിട്ട് റിസ്ക് ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെർമിനേഷൻ തന്നെ പറ്റുള്ളൂ. അത് മദറിൻ്റെയും കൂടി അഡ്വൈസ് അനുസരിച്ചാണ്. ഇപ്പോൾ ക്ലെഫ്റ്റ് ലിപ്പ് ആണെങ്കിൽ നമ്മളങ്ങനെ ടെർമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഹൈഡ്രോകഫാലസ് ആണെങ്കിൽ, ഹൈഡ്രോകഫാലസ് ബേബി ജീവിക്കാനുള്ള ചാൻസ് കുറവായതുകൊണ്ട് എന്തായാലും അത് കളയുന്നത് തന്നെയായിരിക്കും നല്ലത്. താങ്ക് യു.
ഓക്കെ ഡോക്ടർ, നമ്മളിപ്പോൾ സംസാരിച്ചു വരുന്നത് കോംപ്ലിക്കേഷൻസ് ആണ്, അതായത് ഡെലിവറി ടൈമിലുള്ള കോംപ്ലിക്കേഷൻസ് അമ്മയ്ക്കും കുട്ടിക്കുള്ള അത് എന്താണെന്നൊന്ന്. അപ്പോൾ ഡൈകോറിയോണിക് ഡയമനിയോട്ടിക് പലപ്പോഴും നമ്മൾ നോർമൽ ഡെലിവറിക്ക് വെക്കാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി അവർ 40 വീക്സ് വരെ പോവാറില്ല. ഒരു 38 വീക്സ് ആകുമ്പോഴേക്കും എന്തായാലും അവർക്ക് 37 വീക്സ് കഴിഞ്ഞാൽ ബേബി കംപ്ലീറ്റ്ലി മെച്ചുവർ ആണ്. അപ്പോൾ ബേബി ഡെലിവറി ആയതുകൊണ്ട് കുഴപ്പമില്ല. അതേ ആ ഡെലിവറി സമയത്ത് ഡയകോറിയോണിക് ഡയമനിയോട്ടിക്കിന് നമ്മൾ നോർമൽ ഡെലിവറിക്ക് വെക്കണമെങ്കിൽ ആദ്യത്തെ ബേബിയുടെ ഹെഡാണ് വരുന്നതെങ്കിൽ നമ്മൾ നോർമൽ ഡെലിവറിക്ക് വെക്കും. 2 ബേബിയും ഹെഡ് അല്ല വരുന്നത്, 2 ബേബി കുറുകന്. ഡോക്ടർ, ഞാൻ ഒരിക്കൽ കൂടി ഇടപെടുന്നു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഫാത്തിമ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറയൂ. ഡോക്ടർ, ഞാൻ കാരിയാണ്. അപ്പൊ എനിക്ക് ട്വിൻസ് ആണെന്ന് പറഞ്ഞിരുന്നു ഡോക്ടർ. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ ആവോ, നോർമൽ ഡെലിവറി ആവോ എന്ന്. എനിക്ക് ചെറിയ BP ഉണ്ട്. ഇപ്പൊ എത്ര മന്ത്സ് ആയി? എനിക്കിപ്പോ 7 months ആയി. 7 months ആയി. ഇതുവരെ പ്രോബ്ലംസ്, ഈ BP ഒഴികെ വേറെ പ്രോബ്ലംസ് ഇല്ലല്ലോ? ഇല്ല. എന്ത് ടൈപ്പ് ട്വിൻസ് ആണെന്ന് ഡോക്ടർ പറഞ്ഞോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോ ഇപ്പൊ BP അങ്ങനെ ചിലപ്പോൾ 2 കുട്ടികളുള്ളത് കൊണ്ട് ട്വിൻ പ്രഗ്നൻസിയിൽ ചെറിയ BP വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുറച്ച് സോൾട്ടി, ആഡഡ് സോൾട്ട് ഉള്ള ഫുഡൊക്കെ, അതായത് പിക്കിൾസും പപ്പടം അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കുക. പിന്നെ അതുപോലെ കുറച്ച് റെസ്റ്റ് എടുക്കണം, വല്ലാതെ എക്സേർട്ട് ചെയ്യണ്ട. ബിക്കോസ് കൂടുതൽ നമ്മൾ എക്സേർട്ട് ചെയ്യുമ്പോൾ ബേബിയുടെ ഫ്ലൂയിഡ് പോകാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കുക. പിന്നെ ഇപ്പോൾ BP ക്ക് മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. മിക്കവാറും എല്ലാ ട്വിൻ പ്രഗ്നൻസിയും സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പോകുന്നത് കാണാറുള്ളത്. അപ്പോൾ നമ്മളൊരു 34 വീക്സ് വരെ പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ്, കുഴപ്പം വരില്ല. അത് ഇപ്പൊ പറയാൻ പറ്റില്ല കേട്ടോ, അത് ആ സമയത്തെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഏത് ടൈപ്പ് ട്വിൻസ് ആണെന്ന് അറിയാത്ത കാരണം എനിക്കിപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ കോറിയോണിസിറ്റി നമ്മൾ കണ്ടുപിടിച്ചാലേ ഇത് ഐഡന്റിക്കൽ ട്വിൻസ് ആണോ. ഇപ്പൊ ക്ലോമിഡോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിരുന്നോ? സാധാരണ ഇതിൽ തന്നെ ഉണ്ടായത് കുട്ടിയാ ഇതാണ്. ഓക്കെ. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ടെൻഷൻ ആവണ്ട, കുറച്ച് സോൾട്ട് ഒക്കെ കുറയ്ക്കൂ, പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ ഫാത്തിമ. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമ്മൾ കോംപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആന്റിനേറ്റലിൽ ഇപ്പോൾ ഈ കോംപ്ലിക്കേഷൻ ഇങ്ങനെ ഫ്ലൂയിഡ് പോകാനുള്ള, ബിക്കോസ് വലിയ വയറല്ലേ, ചിലർ അത്ര കാര്യമായി റെസ്റ്റ് എടുക്കില്ല. ബെഡ് റെസ്റ്റ് വേണമെന്നല്ല, പക്ഷേ ഹെവി വർക്ക് വീട്ടിലെല്ലാ ജോലികളും, ഇപ്പോൾ ഒരു ബേബിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എല്ലാം അപ്പോൾ ചിലപ്പോൾ ഓവർ ഡിസ്റ്റൻഷൻ കാരണം ചിലപ്പോൾ ഒരു ബേബിയുടെ സാക്കിന്ന് ലീക്കൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർ പ്രഗ്നൻസിയിൽ കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു, നമ്മൾ നേരത്തെ കോളറിന് മുന്നേ പറഞ്ഞു നിർത്തിയിരുന്നത്, ആദ്യത്തെ ഇപ്പോൾ 2 കുട്ടികളുണ്ടെങ്കിൽ ആദ്യത്തെ കുട്ടിയുടെ ഹെഡാണ് ഈ നമ്മൾ നോർമൽ ഡെലിവറിക്ക് വെക്കുന്നത് ആ കുട്ടികളുടെ പൊസിഷൻ അനുസരിച്ചാണ്. കുട്ടിയുടെ ആദ്യത്തെ വേർട്ടെക്സ് പൊസിഷനാണ്, രണ്ടാമത്തെയും വേർട്ടെക്സ് പൊസിഷനാണ്, അതായത് ഹെഡ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് നോർമൽ ഡെലിവറിക്ക് വെക്കാം. വിത്ത് എല്ലാ ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്യാൻ നല്ലത്. ബിക്കോസ് ബേബീസ് ഏത് സമയത്താണ്, ഫുൾ ടേം ആയിട്ടാണോ അതിന്റെ മുമ്പേ ആണോ ഡെലിവറി ആവുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഡെലിവറി ചെയ്യുന്ന സമയത്തുള്ള പ്രോബ്ലംസ് ഒന്ന് ഈ പൊസിഷൻ്റെയാണ്. 2 ബേബീസും കുറുകനെ ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് കിടക്കുന്നുണ്ടെങ്കിൽ നോർമൽ ഡെലിവറി സാധ്യമല്ല. പിന്നെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ പെയിൻ വരുത്തി എന്താ പറയുക, യൂട്രസ് ഡയലേറ്റ് ആയി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് തിരിക്കാം, ഇന്റേണൽ പൊഡാലിക് വേഷൻ. പക്ഷെ അതൊന്നും ഇപ്പോൾ മോഡേൺ ഇതിൽ നമ്മൾ ചെയ്യുന്നില്ല, സിസേറിയൻ തന്നെയാണ് ചെയ്യുന്നത്. ആ പൊസിഷൻ അനുസരിച്ച് നോർമൽ ഡെലിവറി പൊസിഷൻ അനുസരിച്ച്. അതെ. പക്ഷെ മോണോകോറിയോണിക് ട്വിൻസ് ആണെങ്കിൽ സാധാരണ ഈ ട്വിൻ ട്രാൻസ്ഫ്യൂഷൻ, കോഡ് എൻറ്റാങ്കിൾമെന്റ്, പിന്നെ അതുപോലെ പ്ലാസന്റെ 2 ബേബീസും പ്ലാസന്റെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്ലാസന്റെ വന്നു കഴിഞ്ഞാൽ മറ്റേ ബേബി വരുമ്പോഴേക്കും മറ്റേ പ്ലാസന്റെ സെപ്പറേറ്റ് ആവുക, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും സിസേറിയൻ ആണ് ഓപ്റ്റ് ചെയ്യാറുള്ളത്. ഒരേ പ്ലാസന്റെ ഷെയർ ചെയ്യുന്ന മോണോകോറിയോണിക് ട്വിൻസിന്. പിന്നെ മോണോകോറിയോണിക് മോണോ അമ്നിയോട്ടിക് ആണെങ്കിൽ നമ്മൾ ഈവൻ 34 വീക്സ് വരെ പോവാറില്ല. ബിക്കോസ് കോഡ് എൻറ്റാങ്കിൾമെന്റ് എപ്പോഴും ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ കൂടുതലാണ്. അതുകൊണ്ട് ബേബിയുടെ ലങ്സ് മെച്യൂർ ചെയ്യാനുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അതെല്ലാം കൊടുത്തിട്ട് നേരത്തെ തന്നെ ബേബിയെ ഡെലിവറി ആണ് ചെയ്യുന്നത്. പിന്നെ ഡെലിവറി കഴിഞ്ഞ് ആ സമയത്ത് കൂടുതൽ സിസേറിയനുള്ള ചാൻസ് കൂടുതലാണ് ട്വിൻ പ്രഗ്നൻസിയിൽ. പിന്നെ യൂട്രസ് ഓവർ ഡിസ്റ്റൻറ്റഡ് ആണ്, അതുകൊണ്ട് ബേബി എല്ലാം വന്നു കഴിഞ്ഞാൽ യൂട്രസ് ഒരിക്കൽ കൂടി ഇടപെടും. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. രാഹുൽ ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഓക്കെ.
ട്വിൻസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ആ ഇവിടെയാണോ ഡെലിവറിക്ക്? ഇല്ല, അങ്ങനെ ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. സാധാരണ ഇപ്പം നമുക്ക് എന്താ പറയാ, ബേബിക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ടുപോകാന്നല്ലാതെ ഇങ്ങനെ ഈ ഒരു സ്പെഷ്യലായിട്ട് മെഡിക്കൽ ഇതിൽ അങ്ങനെ ഒന്നും കൊണ്ടുപോകാനില്ല. ഡെലിവറി ഞാൻ പറഞ്ഞില്ലേ, ഡെലിവറി ട്വിൻ പ്രഗ്നൻസി എപ്പോഴും നമ്മൾ ലാസ്റ്റ് ഡേ വരെ ഡോക്ടേഴ്സ് വെക്കാറില്ല. പിന്നെ ആ സമയത്ത് നോർമൽ ഡെലിവറി ആവുമെന്ന് അറിയണമെങ്കിൽ ബേബിയുടെ പൊസിഷൻസ് നോക്കണം. പിന്നെ അതുപോലെ ഏത് ടൈപ്പ് ട്വിൻ പ്രഗ്നൻസി ആണെന്നുള്ളതും അറിയണം. അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോണോകോറിയോണിക് ട്വിൻസ് ആണോ, ഫ്രറ്റേണൽ ട്വിൻസ് ആണോ, ഐഡന്റിക്കൽ ട്വിൻസ് ആണോ, അതെല്ലാം അറിഞ്ഞ ശേഷമായിരിക്കും ഡോക്ടർ അത് തീരുമാനിക്കുന്നുണ്ടാവുക ഏത് ടൈപ്പ് ഡെലിവറി വേണം എന്നുള്ളത്. ഓക്കെ രാഹുൽ, ഓക്കെ, താങ്ക് യു. ഓക്കെ ഡോക്ടർ, നമുക്കിനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് മറ്റ് നോർമൽ അല്ലെങ്കിൽ ഒരു കുട്ടിയെ ബെയർ ചെയ്യുന്ന അമ്മയ്ക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ട്വിൻ പ്രഗ്നൻസിയിൽ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ശരിക്കും നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ഇപ്പോൾ മോണോകോറിയോണിക് ട്വിൻ പ്രഗ്നൻസി, അതായത് ഒരു ഫെർട്ടിലൈസ്ഡ് എഗ് സ്പ്ലിറ്റ് ചെയ്തിട്ട് കുട്ടികൾ ഐഡന്റിക്കൽ ട്വിൻസ് ഉണ്ടാവുന്നത് നമുക്ക് ഒന്നും അറിയില്ല. വാട്ട് ഈസ് ദ റീസൺ? നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് അൺനോൺ, വി ഡോണ്ട് നോ എന്തുകൊണ്ടാണ് അങ്ങനെ എഗ് സ്പ്ലിറ്റ് ആവുന്നത്. പക്ഷെ ഡൈകോറിയോണിക് ഡൈഅമ്നിയോട്ടിക്, അതായത് ഫ്രറ്റേണൽ ട്വിൻസ് 2 എഗ് വരുന്നത്. അപ്പൊ അതില് മദറിന്റെ ഏജ് എപ്പോഴും ഒരു ഏർലി ഒരു ഏജിൽ 20s തന്നെ പ്രഗ്നന്റ് ആവുന്നതായിരിക്കും, ഫസ്റ്റ് പ്രഗ്നൻസി ആവുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് പ്രഗ്നൻസി എന്നല്ല, എപ്പോഴും ഒരു 35-ന് താഴെ ഫാമിലി കംപ്ലീറ്റ് ആവുന്നതാണ് നല്ലത്. പിന്നെ ഡോക്ടർ ഒരിക്കൽ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ചോദിച്ചോളൂ ഡോക്ടറോട് ചോദിച്ചോളൂ, എളുപ്പം തന്നെ ചോദിച്ചോളൂ കേട്ടോ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഹലോ ഡോക്ടർ, എനിക്ക് ട്വിൻ ബേബീസ് ആയിരുന്നു, ഡെലിവറി കഴിഞ്ഞു, സിസേറിയനാണ്. എനിക്ക് അന്നൊക്കെ വല്ലാണ്ട് ബാക്ക് പെയിൻ ഉണ്ട്. ഇപ്പൊ 1.5 years ആയി ആയിട്ട്. അപ്പൊ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇരുന്നിട്ട് എണീക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഒരു ബാക്ക് പെയിൻ ഉണ്ട്? ഈ ട്വിൻ പ്രഗ്നൻസിയില് യൂട്രസ് വളരെ കുറച്ച് ഓവർ ഡിസ്റ്റൻഡ് ആവുമല്ലോ. അപ്പൊ സിസേറിയനും കൂടി ആവുമ്പോൾ ഇനി യൂട്രസ് ബാക്കിലോട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. നമ്മൾ റിട്രോവേർട്ടഡ് യൂട്രസ് എന്ന് പറയും. അതാണോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അത് ഡോക്ടർ എക്സാമിൻ ചെയ്ത് നോക്കിയാലേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. റിട്രോവേർട്ടഡ് യൂട്രസ് ആണെങ്കിൽ നമുക്ക് ലോ ബാക്ക് പെയിൻ നന്നായിട്ട് കാണും. ബിക്കോസ് യൂട്രസ് കുറച്ച് ഓവർ ഡിസ്റ്റൻഡ് ആയിട്ട് പിന്നെ സിസേറിയൻ കഴിയുമ്പോൾ ആ യൂട്രസിന്റെ ബോഡി സാധാരണ യൂട്രസിനേക്കാൾ കുറച്ച് വലുതായിരിക്കും. അപ്പോൾ റിട്രോവേർട്ടഡ് ആവാനാണ് ചാൻസ്. പിന്നെ ലിഗമെന്റിന്റെ സ്ട്രെച്ചിങ് ആണോ നമുക്ക് അറിയില്ല. പക്ഷെ ഗൈനക്കോളജിക്കലി ഈ റിട്രോവേർട്ടഡ് യൂട്രസ് കൊണ്ടായിരിക്കണം കുട്ടിക്ക് ബാക്ക് പെയിൻ. അത് നമുക്ക് റൂൾ ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു സ്കാൻ ചെയ്തിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. നമ്മൾ പറഞ്ഞിരുന്നത് ട്വിൻ പ്രഗ്നൻസിയിൽ ഒരു എഗ് സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മറ്റേ കേസാണെങ്കിൽ അത് മെറ്റേണൽ ഏജ് ഒരു ഫാക്ടറാണ്. പിന്നെ ഇപ്പോഴത്തെ മോഡേൺ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ്, അതായത് ഇൻഫെർട്ടിലിറ്റിയിലേക്ക് പോവാതിരിക്കാൻ നോക്കുക. പോളിസിസ്റ്റിക് ഓവറിയാണ് ഇൻഫെർട്ടിലിറ്റിയിൽ ഓവുലേറ്ററി പ്രോബ്ലത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പോളിസിസ്റ്റിക് ഓവറിയാണ്. ഡോക്ടർ ഒരിക്കൽ കൂടെ നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഡോക്ടറോട് ചോദിച്ചോളൂ. സരിക ഡോക്ടറോട് ചോദിച്ചു. പറയൂ. പ്രഗ്നന്റ് ആണ്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് മന്ത് ഞാൻ നോക്കിയിട്ടാണ് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. 3 weeks ആയിട്ടുള്ളൂ. ഓക്കെ. അപ്പം ജസ്റ്റ് ഒന്ന് ബ്ലീഡിങ് വന്നിരുന്നു. ഒരു ഡോക്ടറെ കാണിച്ചിരുന്നു. അത് കഴിഞ്ഞ ശേഷം ബ്ലീഡിങ് വന്നു. ഒരു 4 days ബ്ലീഡിങ് ഉണ്ടായി. അപ്പൊ അതൊന്നും കുഴപ്പമുണ്ടാവും. സ്കാനിങ് ഒന്നും ചെയ്തില്ല. ഡോക്ടർ ഒന്നും കുഴപ്പമില്ല, ജസ്റ്റ് ഗ്ലൂക്കോസേജും പിന്നെ ഫോളിക് ആസിഡ് മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ. ഇത് നമുക്ക് പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയാൻ 2 വഴികളാണ്. ഒന്ന് അൾട്രാസൗണ്ട് ആണ്. അൾട്രാസൗണ്ടിൽ നമുക്ക് സാക്ക് കാണണമെങ്കിൽ 5 weeks എങ്കിലും കഴിയണം. പിന്നെ ഒന്ന് നമുക്ക് ഹോർമോൺ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ യൂറിനിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന β-HCG എന്ന് പറഞ്ഞ ഹോർമോൺ നോർമൽ ഗ്രോത്ത് ആണെങ്കിൽ എവറി 48 hours ഇപ്പോൾ സപ്പോസ് ടുഡേ 1000 ആണെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ അത് 2000 ആവും. ഓൾമോസ്റ്റ് 2000 ആവും. അതായത് ഡബ്ലിംഗ് ടൈം ഓഫ് β-HCG എന്ന് പറയും. അത് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഈ 2 കാര്യങ്ങളാണ്. പിന്നെ പ്രഗ്നൻസി സിംറ്റംസ് കൂടി വരുന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് ഒന്നും ചാൻസ് കുറവാണ്. അപ്പോൾ ഈ 2 ടെസ്റ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്.
ഈ ബ്ലീഡിങ് പീരീഡ്സ് ആവുന്നതിന് മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ എനിക്ക് 500 ആയിരുന്നു, 200 ആയിരുന്നു ഗ്രോത്ത്. പിന്നെ എനിക്ക് പിന്നെ ബ്ലീഡിങ് വന്നതിന് ശേഷം വീണ്ടും അവര് ഗ്രോത്തിന്റെ ടെസ്റ്റ് ചെയ്തു. അപ്പൊ അവരോട് വീണ്ടും കുറഞ്ഞിട്ടുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ എനിക്ക് കൂടാൻ ചാൻസ് ഉണ്ടോ? അത് ചാൻസ് കുറവാണ്. പക്ഷെ അതിപ്പോ നോക്കാതെ അങ്ങനെ 100% പറയാൻ പറ്റില്ല. ബിക്കോസ് അത് കറക്റ്റ് ഡബിളിംഗ് ടൈം അല്ല ഇവിടെ ചെയ്തിട്ടുള്ളത്. കറക്റ്റ് 48 hours ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നുകൂടി ഡോക്ടറെ കാണിക്കുകയായിരിക്കും നല്ലത്. പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും ഏർലി പ്രഗ്നൻസി ലോസിനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും പ്രൊജസ്ട്രോണോ എന്തെങ്കിലും തരണോ അതെല്ലാം അറിയണമെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണുക തന്നെ വേണം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു ഡോക്ടർ. നമുക്കിപ്പം പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പം ഇവിടെ വന്ന് നമ്മൾ ട്വിൻ പ്രഗ്നൻസിയാണ് സബ്ജക്റ്റ് എടുത്തിരുന്നത്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ചു. എന്താണ് ട്വിൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഐഡന്റിക്കലും ഫ്രട്ടേണൽ ട്വിൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നതെന്നും അതേപോലെ തന്നെ നമ്മൾ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഡെലിവറിയുടെ ടൈമിലും പ്രഗ്നൻസി ടൈമിലുള്ള കോംപ്ലിക്കേഷൻസും. ഇനി ഇത്രയും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവോയ്ഡ് അല്ലെങ്കിൽ ഒരു ട്വിൻ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ. പ്രഗ്നൻസി എല്ലാവർക്കും പെട്ടെന്ന് സന്തോഷമാണ്, എക്സൈറ്റഡ് ആണ്. പക്ഷെ അതേ സമയത്ത് ഇറ്റ് ഈസ് വെരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഡോക്ടർ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണും വരേക്കും നന്ദി, നമസ്കാരം.